മക്കളെ. അപ്പോൾ ദേ നമ്മളുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടി ആ ഒരു ക്ഷീണത്തിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലർക്കൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച അത്ര മാർക്കുകളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല മാർക്ക് കിട്ടിയവരായിക്കോട്ടെ, അതും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവരായിക്കോട്ടെ, അപ്പോൾ നിങ്ങളൊന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമ്മുടെ മുന്നിൽ നമ്മളുടെ അടുത്തൊരു കടമ്പയുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തൊരു എക്സാം ഉണ്ട്. അതാണ് നമ്മളുടെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഓൺ എക്സാം കഴിഞ്ഞു, ചിലപ്പോൾ മാർക്ക് കിട്ടി കിട്ടിയില്ല, അതൊക്കെ പൊക്കോട്ടെ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മളുടെ മുന്നിലുള്ള എയിം എന്ന് പറയുന്നത് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് നല്ലൊരു മാർക്ക് മേടിക്കുക, അതായത് ഫുൾ മാർക്ക് A+ മേടിക്കുക. ഇതൊക്കെ ആയിരിക്കണം ഇനി നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് ജസ്റ്റ് ഇന്നൊരു വീഡിയോ ആയിട്ട് മക്കളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മിസ് നിങ്ങൾക്ക് കുറച്ച് കുഞ്ഞു ടിപ്പുകൾ പറഞ്ഞുതരാം. നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് നമ്മളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഫൈൻഡ് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ സ്റ്റഡി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ ഇരുന്ന് പഠിക്കാനായിട്ട്. ചിലപ്പോൾ ചിലർക്ക് വീടിൻ്റെ ഹാളിൽ ഇരുന്ന് പഠിക്കാനാവും, ചിലർക്ക് പുറത്തു കൂടെയൊക്കെ ഇറങ്ങി നടന്ന് പഠിക്കാനായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് എങ്ങനെയായിരിക്കും, അവർക്കൊരു സ്റ്റഡി റൂമൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അവിടെ ആ ടേബിളിൻ്റെ അടുത്തിരുന്ന് പഠിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം. അതേപോലെ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, നടന്ന് പഠിക്കുന്നവരുണ്ടാവും, അങ്ങനെ ഓരോരുത്തരും പല രീതിയിലാണ് പഠിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഏതാണെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം, നടന്നാണോ ഇരുന്നാണോ, അപ്പോൾ ഏത് രീതിയിലാണോ മക്കൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് ചൂസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ കടന്ന് പഠിക്കണം എന്നുള്ള കാര്യം മിസ് ഒരിക്കലും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ കടന്ന് പഠിച്ച എന്താണ്, ഉറങ്ങിപ്പോവും അല്ലേ. അപ്പോൾ കൂടുതലും എന്ത് ചെയ്യുക, നടന്നൊക്കെ പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. മിസ്സൊക്കെ നടന്ന് പഠിക്കുന്ന ഒരാളാണ്, അപ്പോൾ നമുക്ക് അധികം ഉറക്കമൊന്നും വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിക്കണം എന്ന മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ഥലം എന്ത് ചെയ്യുക, വീട്ടിലൊരു നല്ല അടിപൊളി സ്ഥലം ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, അതേപോലെ തന്നെ സെറ്റ് ടൈം. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നല്ലൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മക്കൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ കുറേ ബുക്കുകൾ ഇങ്ങനെ മുന്നിൽ നിരത്തി വെച്ച് കുറച്ച് അത് പഠിക്കുന്നു, കുറച്ച് ഇത് പഠിക്കുന്നു, ആ സബ്ജക്റ്റ് സോഷ്യൽ പഠിച്ചു, ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, അങ്ങനെയൊന്നും പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല അല്ലേ. പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സാം ഒക്കെ വരുന്ന സമയത്ത് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് എല്ലാം കൂടി വലിച്ചു വാരി പഠിക്കുക അല്ലേ. അപ്പം നമുക്ക് അതിനൊന്നും സമയമില്ലെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ എല്ലാ പോർഷൻസും കവർ ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, ഒരു 2 ചാപ്റ്ററേ നിങ്ങൾ പഠിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 2 ചാപ്റ്റർ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കലും വലിച്ചു വാരി എല്ലാം കൂടി പഠിക്കണം എന്ന് പറയുന്നില്ല. പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നമ്മളുടെ പബ്ലിക് എക്സാം വരെ അത് നമ്മളുടെ തലയിൽ ഇരുന്നോളും, മറന്നൊന്നും പോയില്ല. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങുക. ടൈം ടേബിൾ ഇങ്ങനെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തൊക്കെ പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഭാവിയിലേക്കൊക്കെ നമുക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എത്ര മണിക്ക് എണീക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ കഴിക്കും, അത് കഴിഞ്ഞ് ഇത്ര മണിവരെ ഞാൻ ഉച്ചവരെ ഇരുന്ന് പഠിക്കും. അത് നമുക്ക് ഹോളിഡേ ഡേയ്സിലൊക്കെ, ലീവുള്ള ദിവസങ്ങളിലൊക്കെ കേട്ടോ. അല്ലാത്ത ദിവസം നിങ്ങൾക്കറിയാം നിങ്ങൾ സ്കൂളിലാണ്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സമയം ഫോണും ടിവിയും ഒക്കെ കണ്ടതിന് ശേഷം എത്ര സമയം ഇരുന്ന് പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ചെറിയ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അതേപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് തന്നെ ഒരു 1-2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി തോന്നും, ഇന്ന് ആ സമയത്ത് നമ്മൾ എണീക്കുന്നു, ആ സമയത്ത് നമ്മൾ പഠിക്കുന്നു, എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ മക്കളിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ടഫ് സബ്ജക്റ്റ് അല്ലേ. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. നമുക്ക് കുറച്ച് പേർക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും പഠിക്കാൻ, അതേപോലെ തന്നെ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സബ്ജക്റ്റുകളും ഉണ്ടാവും, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ, ആ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴും മാറ്റി വയ്ക്കും അല്ലേ. കാരണം നമുക്കത് പഠിക്കാൻ ഇഷ്ടമില്ല, അപ്പോൾ നമ്മൾ എപ്പോഴും അത് മാറ്റി വയ്ക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ടഫ് ആവാൻ കാരണം എന്താ, മേ ബി നമുക്ക് അതിൻ്റെ ബേസ് ഒന്നും നമുക്ക് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കത് ടഫായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തൊക്കെ
ബേസിക്സ് ഒക്കെ അതിൻ്റെ ബേസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ആ ഒരു സബ്ജക്റ്റ് പഠിച്ച് ആ പഠിത്തത്തിൻ്റെ ആ ഒരു ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ ആ ഒരു സബ്ജക്റ്റ് മാറ്റി വെക്കുക. പിന്നെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് തോന്നുന്നത് എന്താണോ, ചിലർക്ക് സോഷ്യൽ ആവും, ചിലർക്ക് മാത്സ് ആവും, ചിലർക്ക് ഫിസിക്സ് ആവും, കെമിസ്ട്രി ആവും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ സബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചധികം സമയമെടുത്ത് ദിവസവും ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി കുറച്ച് സമയം നീക്കി വെച്ച് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം അല്ലേ, നമ്മൾ സോഷ്യലൊക്കെ പഠിക്കുന്ന ഒരു സമയമാണെങ്കിലും സോഷ്യലിൽ കുറേ ഇങ്ങനെ വലിച്ചു വാരി എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ, അയ്യോ ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു ടെൻഷനാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും പഠിക്കുന്ന സമയത്ത് മക്കൾ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാവും പഠിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡുകളോ വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. ഓരോ സബ്ജക്റ്റും പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഓരോ ഷോർട്ട് നോട്ടുകൾ നിങ്ങളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മളുടേതായ ഭാഷയിലാണ് എഴുതി വെക്കുന്നത് അല്ലേ. അപ്പോൾ എക്സാം ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം കാര്യങ്ങൾ കത്തിക്കോളും. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കിയിട്ട് പഠിക്കാനായിട്ട് ശീലിക്കുക. അപ്പോൾ അത് നല്ലൊരു ശീലമാണ് കേട്ടോ. നമ്മളിങ്ങനെ നമ്മളുടെ ഈ ഒരു പഠിത്തത്തിൻ്റെ ജേർണിയിൽ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ശീലമാണ് ഇങ്ങനെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ള ഒരു കാര്യം. അതേപോലെ നിങ്ങൾക്കറിയാം, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പിന്നെ അതേപോലെ നമുക്കറിയാം ചില കീവേഡ്സ് ഉണ്ടാവും അല്ലെ, പഠിക്കുന്ന സമയത്ത് ചില കീവേഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കീവേഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റിമെമ്പർ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കോഡുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കോഡുകളൊക്കെ ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കുക. പല പല കളറിലുള്ള പെന്നുകളൊക്കെ യൂസ് ചെയ്ത് നോട്ട്ബുക്കിൽ നല്ല രസമായിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ എഴുതി വെക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്നൊന്ന് പഠിക്കാൻ തോന്നും. അതേപോലെ നിങ്ങൾക്ക് സ്റ്റഡി റൂം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് ഒട്ടിച്ചൊക്കെ വെക്കുക. ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും കൂടിയും പോകുമ്പോൾ അതൊക്കെ കാണും അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ കയറിക്കോളും. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാം ടൈമിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എപ്പോഴും റെഫർ ചെയ്യുക. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാനല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും മക്കളെ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ എത്ര പഠിച്ചാലും നമുക്ക് കിട്ടാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് ടെൻഷൻ അടിക്കുകയല്ല വേണ്ട. പകരം എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചോദിക്കുക. മനസ്സിലാവാത്ത ഭാഗങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ തന്നെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നതാണ് റിവൈസ്. ഓക്കെ, നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും പഠിച്ചു അതവിടെ ഇട്ടു, അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോയി, അങ്ങനെയല്ല. നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റി വെച്ച് ആ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം മനുഷ്യന്മാരാണ്, നമ്മൾ എല്ലാവരും മറന്നു പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ തലയിൽ ആ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തല്ല, നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഫോണാണ്. യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ പഠനത്തിലേക്കുള്ള കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യുക, കുറച്ച് നേരത്തേക്ക് അവോയ്ഡ് ചെയ്ത് വെക്കുക, കുറച്ച് നേരത്തേക്ക് ഒഴിവാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക കേട്ടോ. അതായത് ഫോണ് കുറച്ച് നേരമൊക്കെ ഒന്ന് മാറ്റി വെക്കണം, എന്നാൽ മാത്രമേ പഠിത്തം നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിത്തം മാത്രം പോരാ, വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതേപോലെ ഉറക്കം ഇല്ലാണ്ട് പഠിച്ചിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല. അപ്പം നന്നായിട്ട് ഉറങ്ങാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഫുൾ മാർക്കും A+ ഒക്കെ സെറ്റാക്കാനായിട്ട് പറ്റും. അപ്പം
മക്കളെല്ലാവരും മാക്സിമം മിസ് പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ യെസ് മിസ് റെഡിയാണ്, സെറ്റാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ മക്കൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.